പിന്നെ കുറേ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നന്നായി നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി നടക്കാം. കളിക്കാൻ പോലും മറന്നുപോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് കാണുകയും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും കുട്ടികളിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ എന്നാന്ന് പറയുമ്പോഴത്തേക്കും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണെന്ന് ഞാൻ പറയുന്നത്. പിന്നെ പിള്ളേര് ഇങ്ങനെ നടന്നാലാണ് ഒരു ഫേമസ് ആവുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡുള്ള പിള്ളേരുണ്ട്. ദിവസവും നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള വയലന്റ് വാർത്തകളാണ്. അതിൽ ഭൂരിഭാഗവും ഇപ്പോഴത്തെ യുവതലമുറ അടങ്ങുന്ന വാർത്തകളാണ്. സിനിമ ഇതിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കേട്ടു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഒരു പരിമിതിയൊക്കെ അതുണ്ടല്ലോ. നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസ്ഥകളും നിമിഷങ്ങളും നേരങ്ങളും അല്ല നിങ്ങൾ ജീവിക്കുന്നത്. കാരണം എന്നാന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ആൾക്കാർക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചെറിയ പിള്ളേർക്ക് വരെ വയലൻസ് ഭയങ്കര ന്യൂസ് ആവുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞ എന്നാന്ന് പറയുമ്പോഴത്തേക്കും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്നാന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ, എൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറയാൻ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കുക, അതിന് ശിക്ഷ നൽകുകയും അധ്യാപകന്മാർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും നമ്മളെ ഒരു അധ്യാപകനൊന്നും രണ്ട് തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മദറാണേലും ഫാദറാണേലും ടീച്ചറോട് വിളിച്ചു പറയും, രണ്ടെണ്ണം കൂടി കൊടുക്കാൻ പറയും. ഇന്ന് ചൂരിലെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ടീച്ചർ പോലീസ് സ്റ്റേഷനാണ് അല്ലെങ്കിൽ കോടതിയിലാണ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും ഭയമില്ലാണ്ടായി, എന്തും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു അങ്ങനെയല്ല. നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളെ ഭയപ്പെടണം. നമ്മുടെ നിയമവ്യവസ്ഥിതിയൊക്കെ ഉണ്ട്, അതിനെ ബഹുമാനിക്കണം. അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. പക്ഷേ ഇന്നില്ലാത്ത കാരണമെന്നാണ് വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ ഒരു മാനസിക ബലമുള്ള ഒരു വിദ്യാർത്ഥിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ ഒന്ന് കയറെടുക്കും, അല്ലെങ്കിൽ റെയിൽപ്പാളം തേടിപ്പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള മാനസിക ബലമില്ല എന്നുള്ളതാണ്. മേ ബി ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഓരോ പേഴ്സൺസിനെ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഞങ്ങളൊക്കെ റീൽസ് കാണുക, എൻ്റർടൈൻമെൻറ്റ്സ് നോക്കലാണ്. പിള്ളേരൊക്കെ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇങ്ങനത്തെ ക്രൈം ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടായിരിക്കാം. പറയാൻ പറ്റില്ല. പണ്ടാണെങ്കിലും സിനിമയുണ്ട്, പക്ഷെ പണ്ടും ഇങ്ങനത്തെ ഒരു കേസുകൾ ഉണ്ടായിട്ടുമുണ്ട്, ഉള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ മാർക്കോ പോലത്തെയുള്ള സിനിമേനെ എടുത്ത് പറയാം, അതിനെ മാത്രമായിട്ട് പറയാനും പറ്റില്ല. അവരതിൻ്റെ ചിന്താഗതികളാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ. പിന്നെ പിള്ളേർ ഇങ്ങനെ നടന്നാലാണ് ഒരു ഫേമസ് ആവുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡുള്ള പിള്ളേരുണ്ട്. എല്ലാവരും മൈൻഡ് അനുസരിച്ച് അവരിങ്ങനെ വളരുന്ന അതിനനുസരിച്ചായിരിക്കും അവർ ഓരോ വീഡിയോസ് കാണുന്നതും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ഈ റീൽസ് ചെയ്യുക, എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടുള്ള വീഡിയോസാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത്. പിള്ളേരുകൾ ഇപ്പോഴത്തെ ജനറേഷന് ചിലവർക്ക് ക്രൈം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലവർ ഇങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർ നോക്കണതിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഏതോ താല്പര്യം കൂടുതൽ, എനിക്ക് തോന്നുന്നു ക്രൈമാണ് ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ നോക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ. ബിക്കോസ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെ വരെയായിട്ട് പിള്ളേർ കുറച്ചും കൂടെ ഈ ഫോണിലോട്ടൊക്കെ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ആ സമയത്ത് അവരെന്താണ് അതിൽ ചെയ്യുന്നതെന്ന്, ആ ക്ലാസ്സിൻ്റെ ടൈമിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പം ചിലപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് വേറെ ഇപ്പം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് കാണുകയും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും കുട്ടികളിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾ തൊട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നന്നായി നടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി നടക്കാം, നമുക്ക് അലമ്പായിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം കൂടെയാണല്ലോ. ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്, നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ. അധികമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ച് ഒരു 14 വയസ്സ് താഴേക്കുള്ള കുട്ടികളെ എടുത്ത് നോക്കുവാണെങ്കിൽ ഫുൾ ടൈം ഫോണും കളിക്കാൻ പോലും മറന്നുപോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നമുക്കത് നിയന്ത്രിക്കാനും സാധിക്കും.